السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، قال الله تعالى في القرآن المجيد: فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. صدق الله العلي العظيم. എൻ്റെ കാവിലക്കാട് നിവാസികളെ, അതുപോലെ എൻ്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, 7-ാം നൂറ്റാണ്ടിൻ്റെ കൂരിരുട്ടിലേക്ക് മാനവിക വിമോചനത്തിൻ്റെ പ്രകാശദീപവുമായി കടന്നു വന്ന പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത പാഠങ്ങൾ അയവിറക്കുന്ന ഇത്തരുണത്തിൽ തിരുനബി കാലം തേടുന്ന വിമോചകൻ എന്ന പ്രമേയത്തിൽ ഗൈഡ് അഥവാ ഗ്രീൻ വാലി യൂണിയൻ ഫോർ ഐഡിയൽ ഡെവലപ്മെൻറ്റ് എഫേർട്സ് സംഘടിപ്പിച്ചിട്ടുള്ള വാഹന പ്രചാരണ ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ആധുനിക കാലത്തെ മനുഷ്യരെ അസ്വസ്ഥമാക്കുന്ന 100 കൂട്ടം പ്രശ്നങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് മനുഷ്യർ ഒരു യന്ത്രത്തെ പോലെയുള്ള അല്ലെങ്കിൽ ഒരു ലക്ഷ്യമില്ലാത്ത ജീവിതമാണ് മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത്. കുടുംബത്തിൽ മുമ്പുണ്ടായിരുന്ന സന്തോഷവും ആനന്ദവും മറ്റും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലകൾ പൈശാചികതയുടെ കൂത്തരങ്ങുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. സ്വകാര്യ ജീവിതയിടങ്ങളിൽ പോലും സുരക്ഷാ ഭീഷണി ഒരു തുടർക്കഥയായിക്കൊണ്ടിരിക്കുന്നു. പകൽക്കൊള്ളയും അഴിമതിയും അക്രമവും നിത്യവാർത്തകളായി നിസാരമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ ലോകം പുരോഗതിയിലേക്ക് മുന്നേറുമ്പോഴും മനുഷ്യർ മൃഗങ്ങളെക്കാൾ അധപ്പതിക്കുന്ന കാഴ്ച നമുക്ക് ചുറ്റും ഇന്ന് കാണാൻ സാധിക്കും. ഈ ഒരു സാഹചര്യത്തിൽ മാനവ സംസ്കൃതിയുടെ ചരിത്രത്തെ ഒളിമങ്ങാത്ത താരമായി പ്രശോഭിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിമോചനാധ്യാപനങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൻ്റെ ദൗത്യവുമായി ആഗതനായ കാലത്ത് ജനതയുടെ അവരുടെ ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങളും വികൃത വിശ്വാസങ്ങളെപ്പറ്റി ചരിത്രം വാതാരാതെ സംസാരിക്കുന്നുണ്ട്. അന്ന് കല്ലും പുല്ലും മറ്റുമൊക്കെയായിരുന്നു അവരുടെ ആരാധനാമൂർത്തികളായി മാറിയിരുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ മാലാഖമാരും മരണപ്പെട്ടവരുടെ ആത്മാക്കളും അവരുടെ പ്രാർത്ഥനാ ബിംബങ്ങളായി രൂപപ്പെട്ടു. പ്രപഞ്ച സൃഷ്ടാവിനു പകരം അവർ സൃഷ്ടിജാലങ്ങളെ തന്നെ അവർ ആരാധിക്കാൻ തുടങ്ങി. അവരുടെ നിത്യജീവിതവും സാംസ്കാരിക പരിസരവും ഈ ബഹുദൈവാരാധനയുടെ ഛായുള്ളതായി അധപ്പതിച്ചു. അവിടെയൊന്നും തീർന്നില്ല. അവർ ഈ സ്വയം പ്രതിഷ്ഠിച്ച ദൈവങ്ങളുടെ പ്രീതിക്ക് വേണ്ടി അവർ നരബലികൾ പോലും നടത്താൻ മടി കാണിച്ചില്ല. ഈ ഒരു സാഹചര്യത്തിൽ പുരോഹിതന്മാരും ജ്യോത്സ്യഭാവി പ്രവചനക്കാരും സന്ദർഭം മുതലെടുത്തുകൊണ്ട് ചൂഷണത്തിൻ്റെ പുത്തൻ കവാടങ്ങളെ അവർക്ക് മുന്നിൽ മലർന്നു തുറന്നു വെച്ചു. ആ ഇരുണ്ട പരിസരത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ ദൗത്യവുമായി ഭൂചേതനാകുന്നത്. ആ ഇസ്ലാമിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത ആ ആദർശത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആരെയാണ് നാം ആരാധിക്കേണ്ടത്, ആരോടാണ് നാം നമ്മുടെ വിഷമതകൾ പറയേണ്ടത്, ആരോടാണ് നാം ആരുടെ മുമ്പിലാണ് നാം നമ്മുടെ കൈകൾ ഉയർത്തേണ്ടത്, ആർക്കു വേണ്ടിയാണ് നാം സുജൂദ് ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൃത്യമായി ഖുർആനിലെ 2-ാം സൂക്തമായ സൂറത്തു ബഖറയിലെ 21-22 അധ്യായങ്ങളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യ സമൂഹമേ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുവിൻ. വല്ലദീന മിൻ ഖബ്ലിക്കും, എങ്ങനെയുള്ള നാഥനാണ്? നിങ്ങളെ മാത്രമല്ല സൃഷ്ടിച്ചത്, നിങ്ങൾക്ക് മുമ്പുള്ള മുൻഗാമികളെയും സൃഷ്ടിച്ച നാഥനെ നിങ്ങൾ ആരാധിക്കുവിൻ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർത്തുന്നില്ല. ശേഷമുള്ള ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ,
ഭൂമിയെ നിങ്ങൾക്ക് മെത്തയാക്കി തന്ന, വസ്സമാഇ ബിനാഅ ആകാശത്തെ നിങ്ങൾക്ക് മേൽക്കൂരയാക്കി തന്ന, വഅൻസല മിനസ്സമാഇ മാഅ ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കി തന്ന നാഥനെ നിങ്ങൾ ആരാധിക്കുകയും, ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും ആ ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കി തന്നു, അത് മുഖേന നിങ്ങൾക്ക് ഭക്ഷിക്കുവാനായി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തന്ന നാഥനെ നിങ്ങൾ ആരാധിക്കുകയും. അതെ, പ്രപഞ്ച സൃഷ്ടാവായ സാക്ഷാൽ ദൈവമായ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് അവന് മാത്രം ആരാധന അർപ്പിച്ച് ജീവിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. സൃഷ്ടികളിൽ സർവശ്രേഷ്ഠരായ മനുഷ്യർ മറ്റു മനുഷ്യർക്ക് മുമ്പിലോ മറ്റ് അടിമകൾക്ക് മുമ്പിലോ അടിമഭാവത്തിൽ നിൽക്കരുതെന്ന വിമോചനത്തിന്റെ സന്ദേശവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജനതയ്ക്ക് കൈമാറി. ഈ ഒരു സന്ദേശത്തിന് ചെവി കൊടുത്തവർ കേവലം 2 ദശാബ്ദങ്ങൾക്കുള്ളിൽ തന്നെ ഈ ബൗദ്ധൈവ സങ്കല്പത്തെ കടപുഴക്കി കഴിഞ്ഞു. ദൈവത്തിന്റെ പേരിൽ അരങ്ങുവാണിരുന്ന പൗരോഹിത്യ ചൂഷണങ്ങളുടെ അടിവേറിറക്കപ്പെട്ടു. എത്രത്തോളം വെച്ചാൽ ലോകത്തിന്റെ നെറുകയിലിരുന്ന അവർ ലോകത്തെ ഭരിക്കാൻ മാത്രം പ്രാപ്തരായി മാറി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുത്തിയ സാമൂഹിക പരിവർത്തനം അത്രമേൽ ശക്തമായിരുന്നു. സുപ്രസിദ്ധ ആംഗ്ലേയ സാഹിത്യകാരനും രാഷ്ട്രമീമാംസകരുമായ സർ ജോർജ് ബെർണാഡ് ഷായുടെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ്. അദ്ദേഹം പറയുന്നത്, I believe that if a man like him were to assume the dictatorship of the modern world, he would succeed in solving his problems in a way that would bring it much needed peace and happiness. അദ്ദേഹം തൻ്റെ ദ ജെനുവിൻ ഇസ്ലാം എന്ന പുസ്തകത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നത്, ആധുനിക ലോകത്തിന്റെ ഭരണാധികാരം അദ്ദേഹത്തെ പോൽ ഒരാൾ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, ഇന്നും മനുഷ്യർ ആ വിശ്വവിമോചകന്റെ സന്ദേശത്തിന് കാതോർത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം മനുഷ്യർ ഇന്നും പുരാതന മരുഭൂമി നിവാസികളുടെ നിലവാരത്തിൽ തന്നെയാണുള്ളത്. പ്രിയമുള്ളവരെ, ആധുനിക മനുഷ്യർ അഭ്യസ്തവിദ്യരും ഉന്നത മേഖലകളിൽ ജോലി ചെയ്യുന്നവരും സാംസ്കാരിക നായകന്മാരും നേതാക്കളും മന്ത്രിമാരും ഒക്കെ ആണെങ്കിലും ഒരു തുണിയില്ലാത്ത മനുഷ്യർക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കാൻ ലജ്ജയില്ലാത്തവരാണ് പല പ്രമുഖരും. കല്ലും പുല്ലും എലിയും പശുവും ആണ് നമ്മൾ പലരുടെയും ആരാധ്യം. പശുവിൻ്റെ മാംസം വിൽക്കുന്നവരെയും ആഹരിക്കുന്നവരെയും തല്ലിക്കൊല്ലുന്നത് ദൈവേതര സൃഷ്ടിക്ക് ദിവ്യത്തെ കൽപ്പിച്ചത് കൊണ്ട് മാത്രമാണത്. പശുവിൻ്റെ മൂത്രം കുടിച്ച് ദിവ്യാനുഭൂതി നുകരാനും ചാണകത്തെ വിശുദ്ധമെന്ന് വാഴ്ത്താനും വരെ പരിഷ്കൃത ലോകത്തെ മനുഷ്യരെ അധപ്പതിപ്പിച്ചത് ദൈവേതര സൃഷ്ടിക്ക് ദിവ്യ പരിവേഷം ചാർത്തിയത് കൊണ്ടാണ്. മനുഷ്യൻ മൃഗവിസർജ്യത്തിൻ്റെ അടിമയായി തീരാൻ മാത്രം ഇന്നത്തെ മനുഷ്യർക്ക് വിശ്വാസാർഹത ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത ഏകദൈവ വിശ്വാസം മാത്രമാണ് ഇത്തരം അധമ വിശ്വാസങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കാനുള്ള ഏക പരിഹാരം. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ചുറ്റും അല്ലെങ്കിൽ ഇന്ന് നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽപ്പെട്ട ഒരു പ്രശ്നമാണ് സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ സുരക്ഷ എന്നുള്ളത്. ഇന്ന് ലോകത്തെ എന്തിനേറെ പറയണം, ഇന്ന് നമ്മുടെ കേരളത്തിലെ സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ സുരക്ഷ എന്നീ തുടങ്ങിയ പദാവലികളെ ഇന്ന് പ്രതിധ്വനിച്ച് കേൾക്കുന്നുണ്ട്. മതേതര സാംസ്കാരിക ഭൂമികളിൽ പോലും സ്ത്രീക്ക് സ്വാതന്ത്ര്യമോ സുരക്ഷയോ ഇല്ലെന്നും അവർ അടിച്ചമർത്തലിനും പീഡനങ്ങൾക്കും വിധേയരാണ് എന്ന് കണക്കുകൾ നമുക്ക് തെളിയിച്ചു തരുന്നുണ്ട്. സിനിമാ മേഖലയിൽ മാത്രമല്ല ഈ ഒരു സാഹചര്യമുള്ളത്, മറിച്ച് അനിയന്ത്രിതമായി സ്ത്രീ പുരുഷ കൂടിച്ചേരലുകൾക്ക് വേദിയായിത്തീരുന്ന സ്ഥലങ്ങളിലും ഇതുതന്നെയാണ് സ്ഥിതി. കേരള പോലീസിൻ്റെ ഔദ്യോഗിക കണക്ക് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ വർഷം 2024 സ്ത്രീകൾക്കെതിരെ നടന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം 18,980 അത് നമ്മുടെ കേരളത്തിലാണ് സ്ത്രീകൾക്കെതിരെ നടന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം. ദ വുമൺ ആൻഡ് മെൻ ഇന്ത്യയുടെ 2023 കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പ്രതിദിനം, അതായത് ഓരോ ദിവസവും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് 18,887 ആണ്. അഥവാ ഓരോ മണിക്കൂറിലും 87 സ്ത്രീകൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രജിസ്റ്റർ ചെയ്യപ്പെടാത്ത കേസുകൾ ഇതിൻ്റെ പല മടങ്ങുകൾ അധികമായിരിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന പീഡനങ്ങൾ, അവർക്കെതിരെ നടക്കുന്ന ലൈംഗിക അക്രമങ്ങൾ ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണെന്ന് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.
പീഡിതരും മർദ്ദിതരുമായ സ്ത്രീ സമൂഹത്തിന് സുരക്ഷയും സ്വാഭിമാനവും നേടിക്കൊടുത്ത ഉദാത്തമായ വിമോചന മാർഗമാണ് കാലം തേടുന്ന വിശ്വവിമോചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ച് കാണിച്ചു കൊടുത്തത്. ലോകം എന്നാണോ ആ വിശുദ്ധ പ്രവാചകന്റെ മാതൃകയിലേക്ക് തിരിച്ചു വരുന്നത്, അന്ന് മാത്രമേ സമൂഹത്തിന്റെ പാതി വരുന്ന സ്ത്രീ സമൂഹത്തിന് വിമോചനം സാധ്യമാകുകയുള്ളൂ. പ്രസിദ്ധ ഇന്ത്യൻ പ്രൊഫസർ ആയ KS രാമകൃഷ്ണൻ റാവു അദ്ദേഹം തന്റെ മുഹമ്മദ് ദ പ്രോഫറ്റ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: പെർഫെക്റ്റ് മോഡൽ ഫോർ ഹ്യൂമൻ ലൈഫ്, മനുഷ്യ ജീവിതത്തിനുള്ള സമ്പൂർണ്ണ മാതൃക. തുടർന്ന് അദ്ദേഹം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: മുഹമ്മദ് ദി എമാൻസിപ്പേറ്റർ ഓഫ് വുമൻ, സ്ത്രീ വിമോചകനായ മുഹമ്മദ്. അതെ, നാൾക്കുനാൾ പീഡന പർവ്വങ്ങൾ താണ്ടി നരകിച്ച് ജീവിക്കേണ്ടി വന്ന സ്ത്രീ ജനതയുടെ വിമോചന പാഠങ്ങൾ ജനതയ്ക്ക് മാതൃക കാണിച്ച് സമർപ്പിച്ചു കൊടുത്ത കാലം തേടുന്ന വിശ്വവിമോചകൻ തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ജനിക്കാൻ അവകാശമില്ലാതെ പിടഞ്ഞു മരിക്കാൻ വിധിക്കപ്പെട്ട പൗരാണിക അറേബ്യൻ കുഞ്ഞുങ്ങൾക്ക് ജനിക്കാനും മാന്യമായി ജീവിക്കാനും അവസരം സൃഷ്ടിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീ വിമോചനത്തിലെ കാഹളധ്വനികൾ മുഴക്കിയത്. അവിടെ ആദ്യ സഗൗരവം പ്രഖ്യാപിക്കുകയാണ്: നിങ്ങൾ നിങ്ങളുടെ മക്കളെ, നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളെ പട്ടിണിയെ ഭയന്നുകൊണ്ട് നിങ്ങൾ കൊന്നുകളയരുത്. കാരണം അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്: നഹ്നു നർസുഖുഹും വയ്യാക്കും, കാരണം നാമാണ് നിങ്ങൾക്കും അവർക്കും ഉപജീവന മാർഗം നൽകുന്നത്. പക്ഷേ ഈ സ്ത്രീ വിമോചനത്തിന്റെ ഈ ഒരു വിമോചന സന്ദേശം ഉൾക്കൊള്ളാൻ 21-ാം നൂറ്റാണ്ടിലെ ആദ്യ പാദത്തിൽ എത്തി നിൽക്കുന്ന ഈ പരിഷ്കൃത ലോകം ഉൾക്കൊള്ളാൻ ശങ്കിച്ചു നിൽക്കുകയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ പ്രതിദിനം ശരാശരി പ്രതിവർഷം 5 ലക്ഷം കുഞ്ഞുങ്ങളെയാണ് മാതാക്കളുടെ ഗർഭാശയത്തിൽ വെച്ച് കൊന്നുകളയുന്നത്. ഈ ഒരു ഹീന കുറ്റകൃത്യങ്ങൾക്ക് അന്ത്യം കുറിക്കാൻ സർക്കാരുകൾ പല നിയമങ്ങൾ, ശിക്ഷാമുഖങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രബോധനം ചെയ്യുകയും പ്രയോഗവൽക്കരിച്ച് കാണിച്ചു തരികയും ചെയ്ത സ്ത്രീ വിമോചനത്തിൻ്റെ കാഹളധ്വനികൾ പ്രസക്തമാകുന്നത്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ ഇന്ന് നാം ഏറെ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയമാണ് ലഹരി എന്നുള്ളത്. കുഗ്രാമങ്ങളെയും മെട്രോപൊളിറ്റൻ സിറ്റികളെയും ഒരുപോലെ വരിഞ്ഞു മുറുക്കിയ നീരാളിയാണ് ലഹരി എന്നുള്ളത്. 12ഉം 13ഉം വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത കുട്ടികളിൽ തുടങ്ങി കൗമാരപ്രായക്കാരും നടുവൊടിഞ്ഞ വൃദ്ധർ വരെ ഇന്ന് മാദക ലഹരിയുടെ ലോകത്തിലാണുള്ളത്. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ മാസ് മരിക്കൽ ലഹരിയുടെ ലോകത്ത് അഭിരമിക്കുന്നവർ ഇന്ന് നമ്മുടെ കേരളത്തെ ഓരോ വർഷവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരള പോലീസ് നടത്തിയ ഒരു സർവേ പ്രകാരം നമ്മുടെ കേരളത്തിലെ ലഹരി ഉപയോഗിക്കുന്നതിൽ 40% 18 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ്. അതിൽ നല്ലൊരു ശതമാനവും പെൺകുട്ടികളാണെന്ന വസ്തുത അമ്പരിപ്പിക്കുന്നതാണ്. 2023 ഏപ്രിൽ 11 ഇറങ്ങിയ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ നമുക്കൊരു തലക്കെട്ട് കാണാം: ഷാർപ്പ് റൈസ് ഇൻ സിന്തറ്റിക് ഡ്രഗ് അബ്യൂസ് ഇൻ കേരള. കേരളത്തിൽ കൃത്രിമ ലഹരി ഉപയോഗം കുതിച്ചുയർന്നു. MDMA, മെത്താഫിറ്റാമിൻ, LSD, കൊക്കെയിൻ, കഞ്ചാവ്, മരിജുവാന ഇങ്ങനെ തുടങ്ങിയ മാസ്മരിക ലഹരി ഉപയോഗിക്കുന്നത് നമ്മുടെ കേരളത്തെ ഓരോ വർഷവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾ കണക്കുകളെ സൂചിപ്പിച്ച് തരുന്നുണ്ട്. എന്തിനേറെ പറയണം, UP സ്കൂളുകൾ മുതൽ തുടങ്ങി പ്രൊഫഷണൽ ക്യാമ്പസുകൾ വരെ ഇന്ന് ഈ ലഹരിയുടെ വലയത്തിലാണെന്ന് മനുഷ്യത്വമുള്ള ആരെയാണ് അമ്പരിപ്പിക്കാതിരിക്കുക? ലഹരിയുടെ ഈ വ്യാപകമായ ഉപഭോഗവും വിൽപ്പനയെയും കുറിച്ച് ഭരണാധികാരികൾക്കും നിയമപാലകർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അറിവുണ്ട്. പക്ഷേ എത്ര കിണഞ്ഞ് ശ്രമിച്ചിട്ടും ഇത് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ശക്തമായ നിയമങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ ഈ ലഹരിയുടെ ഉപയോഗവും വിൽപ്പനയും നാൾക്കുനാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൻ്റെ ദൗത്യവുമായി ആഗതനായ കാലത്തെ ജനത മധ്യ ദശകങ്ങളിൽ ജീവിക്കുന്നവരായിരുന്നു. ലഹരിയില്ലാത്ത ജീവിതം മരണത്തിന് തുല്യമെന്ന് വിശ്വസിച്ചിരുന്ന ജനതയായിരുന്നവർ. എന്തിനേറെ പറയണം, മരിച്ചു കഴിഞ്ഞാൽ തന്നെ മുന്തിരിവള്ളിക്ക് കീഴിൽ മറവ് ചെയ്യണമെന്നും ആ മുന്തിരിവള്ളിയിൽ നിന്ന് ഊർന്നിറങ്ങുന്ന മദ്യം നുകർന്ന് തൻ്റെ ദ്രവിച്ചേലുകൾ സാഹചര്യമടയട്ടെ എന്ന് പറയുകയും ചെയ്തൊരു ജനത. പക്ഷേ മാനവിക വിമോചന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ചിട്ടയായ പ്രവർത്തനങ്ങൾ അവിടെ പരിവർത്തനത്തിന്റെ കൊടുങ്കാറ്റ് സൃഷ്ടിക്കുകയാണ്. ലഹരിയുടെ ക്രൂരഹസ്തങ്ങളിൽ അനുഭൂതി ആസ്വദിച്ചിരുന്നവർ അതിൽ നിന്ന് സാവകാശം പൂർണ്ണ മുക്ത നേടി. ലോക ചരിത്രത്തിൽ സമാനതയില്ലാത്ത സാമൂഹ്യ മാറ്റത്തിന്റെ നേർസാക്ഷ്യമായി അത് ഇന്നും നിലകൊണ്ടിരിക്കുന്നു. കേവലം നിയമങ്ങളിലൂടെയോ ശിക്ഷാ നടപടികളിലൂടെയോ നമുക്കിത് നിയന്ത്രിക്കാൻ സാധിക്കുന്നതല്ല ഈ ലഹരിയുടെ ഉപയോഗം എന്നുള്ളത്. മറിച്ച് ദൈവ പരലോക വിശ്വാസം രൂഢമൂലമാക്കുന്നതോടൊപ്പം ശിക്ഷയും സമന്വയിപ്പിച്ച് നൽകിയാൽ മാത്രമേ നമുക്ക് ഈ ലോകത്തെ ലഹരിയുടെ ഹസ്തങ്ങളിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ലോകം എന്നാണോ ആ വിശ്വവിമോചകന്റെ പ്രായോഗിക നടപടികൾ നടപ്പിലാക്കാൻ ഇച്ഛാശക്തി കാണിക്കുന്നത്, അന്നു മാത്രമേ നമുക്ക് ഈ ലഹരിയിൽ നിന്ന് നമുക്ക് മോചനം സാധ്യമാകുകയുള്ളൂ. പ്രിയമുള്ളവരെ, വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ കണക്കുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ 220 ദശലക്ഷം ആളുകളുടെ ദിവസ വരുമാനം 32 രൂപയിൽ കുറവാണ്. അഥവാ നാം പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഗീർവാണം മുഴക്കുമ്പോഴും 63% ആളുകളും കടുത്ത ദാരിദ്ര്യത്തിലാണെന്ന് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ കണക്കുകൾ നമുക്ക് സൂചിപ്പിച്ചു തരുന്നുണ്ട്. ഈ ഒരു ദാരിദ്ര്യത്തോടൊപ്പം സാമ്പത്തിക ചൂഷണങ്ങൾ കൂടി ചേരുമ്പോൾ അധിക ജനങ്ങളും ജീവിക്കാൻ ഗതിയില്ലാതെ നരകിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ഒരു ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല. ചൂഷണം, പലിശ എന്നിങ്ങനെ തുടങ്ങിയ സാമ്പത്തിക കുറ്റങ്ങൾ ലോകത്തെ തന്നെ കീഴടക്കിയിരിക്കുന്ന കാലമാണിത്. പണക്കാരൻ കൂടുതൽ പണക്കാരനായും ദരിദ്രൻ കൂടുതൽ ദരിദ്രനായും പരിണമിക്കുന്ന കാഴ്ച ആഗോള വ്യാപകമാണ്. സാമ്പത്തിക അസമത്വങ്ങൾക്ക് അറുതി വരുത്തി സാമ്പത്തിക സന്തുലിതത്വം നടപ്പിൽ വരുത്താനാണ് ക്യാപിറ്റലിസവും കമ്മ്യൂണിസവും ഒക്കെ രംഗത്ത് വന്നത്. പക്ഷേ ശാസ്ത്രീയ ചട്ടക്കൂടിൽ ഇവയെല്ലാം ഒരു നൂറ്റാണ്ടിലധികം ഈ സാമ്പത്തിക സന്തുലിതം നടപ്പിൽ വരുത്താൻ ശ്രമിച്ചിട്ടും യാതൊരു ഫലമുണ്ടായില്ലെന്ന് ഇന്നിന്റെ ലോകം തന്നെ നമുക്ക് സാക്ഷിയാണ്. പക്ഷേ ലോകത്തെ ജനത ധന്യതയോടെ ജീവിച്ച കാലം ഉണ്ടായിരുന്നെന്ന് ചരിത്രം തറപ്പിച്ച് പറയുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഖുലഫാഇർ-റാഷിദീങ്ങളുടെ കാലത്തെ സകാത്ത് വാങ്ങാൻ പോലും പാവപ്പെട്ടവരില്ലാത്ത വിധം അന്ന് രാജ്യം സമ്പന്നമാവുകയുണ്ടായി. അമ്മവി ഭരണാധികാരിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, അതായത് 2ാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലത്തെ സകാത്ത് വാങ്ങാൻ പോലും പാവപ്പെട്ടവരില്ലാത്ത വിധം രാജ്യം സമ്പന്നമാവുകയുണ്ടായി. കാരണം കാലം തേടുന്ന വിശ്വവിമോചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ച സാമ്പത്തിക നയങ്ങൾ അക്ഷരം പ്രതി നിഗമിച്ചവരായിരുന്നു ആ പ്രവാചകന്റെ അനുയായികൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു തആല ഫീ ളില്ലിഹി യൗമുൻ. നാളെ പരലോകത്തെ അള്ളാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ വേറെ യാതൊരു തണലും ഇല്ലാത്ത ദിവസം, ലാ ളില്ല ഇല്ലാ ളില്ലു. അന്ന് 7 ആളുകൾക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്നത്. അതിലൊരു വ്യക്തിയാണ് വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ, ഒരു വ്യക്തി അദ്ദേഹം ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. ഫഅഖ്ഫാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. പക്ഷേ അദ്ദേഹം സ്വതക്ക ചെയ്യുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ വലത് കൈ സ്വതക്ക ചെയ്യുന്നത്, അദ്ദേഹം വലത് കൈ കൊണ്ട് വളരെ രഹസ്യമായി സ്വതക്ക ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഇടത് കൈ പോലും അറിയാത്ത വിധത്തിലുള്ള സ്വതക്ക. അതെ, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാത്ത വിധത്തിലുള്ള പരസ്പര സഹകരണത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാഠങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജനങ്ങളെ പഠിപ്പിച്ചു. ഈ ഒരു സന്ദേശങ്ങൾക്ക് ചെവി കൊടുത്തവർ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെയും ചൂഷണമുക്ത സമൂഹത്തിന്റെ പുതുയുഗ പിറവിക്ക് ലോകം സാക്ഷ്യം വഹിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ച ഈ സാമ്പത്തിക നയങ്ങൾ ഇന്ന് നമുക്ക് മുന്നിൽ പ്രതിനിധിച്ചു നിൽക്കുന്നുണ്ട്. ഈ ഒരു സാമ്പത്തിക നയങ്ങൾ നടപ്പിൽ വരുത്താൻ നാം ഇച്ഛാശക്തി കാണിക്കുന്നുവെങ്കിൽ ഈ സാമ്പത്തിക നയങ്ങൾ മുഖേന ധന്യമായ ഒരു കാലത്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവതരിപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച അധികവും സാമൂഹിക സന്തുലനത്തിനുള്ള കൽപ്പനകളായിരുന്നു, നിർദ്ദേശങ്ങളായിരുന്നു. അഗതികൾ, വിധവകൾ, കടബാധിതർ, തെരുവിന്റെ മക്കൾ, അനാഥർ, ഇങ്ങനെ തുടങ്ങി അത്താൻ നഷ്ടപ്പെട്ടവരെ കൈപിടിച്ചുയർത്താനുള്ള കൽപ്പനകളും നിർദ്ദേശങ്ങളുമായിരുന്നു. പൊങ്ങച്ചം, ധൂർത്ത്, പലിശ, ഇങ്ങനെ തുടങ്ങി പൈശാചികതയുടെ പ്രവർത്തനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശിതമായി എതിർത്തിരുന്നു. സ്വദഖ, സകാത്ത് എന്നീ തുടങ്ങിയ മാർഗങ്ങളുടെ അശനർക്ക് അത്താണിയാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഈ ഭൂമി ലോകത്തെ ഈ ദുനിയാവിലുള്ള സമ്പത്ത് നമ്മുടേത് മാത്രമല്ല, മറ്റേ
എല്ലാത്തിനും അതിൻ്റെതായ അവകാശികളുണ്ടെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റൂമിലെ 39-ാം അധ്യായത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഫആതിദൽ ഖുർബ ഹഖ്ഖഹു വൽ മിസ്കീന വബന സബീൽ. ആദ്യം നീ കുടുംബ ബന്ധമുള്ളവന് നീ അവന്റെ അവകാശം നൽകുക. അതുപോലെ തന്നെ അഗതിക്കും തെരുവിന്റെ മക്കൾക്കും നീ അവരുടെ അവകാശവും നൽകുക. അതാണ് അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കുന്നവർക്ക് ഉത്തമം. അവർ തന്നെയാണ് വിജയികളും. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ജനങ്ങളുടെ സമ്പത്തുകളുടെ നിങ്ങൾ വല്ലതും പലിശക്ക് കൊടുക്കുന്ന പക്ഷം അത് അള്ളാഹുവിന്റെ അടുക്കൽ വളരുകയില്ല. മറിച്ച് എന്താണെന്ന് സാമ്പത്തികമായി മുന്നേറാൻ നാം ചെയ്യേണ്ടതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷമുള്ളതിലൂടെ നമുക്ക് അതിനുള്ള പരിഹാരം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ചെറിയ വസ്തു അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും തുക നിങ്ങൾ വലുതും സക്കാത്തായി നൽകുന്ന പക്ഷം അതാണ് അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കുന്നത് ഉത്തമം. അങ്ങനെ ചെയ്യുന്നവരത്തെ ഇരട്ടി സമ്പാദിക്കുന്നവർ. പ്രിയമുള്ളവരെ, ഞാൻ ചുരുക്കുകയാണ്. ആധുനിക കാലത്തെ ഇതുപോലുള്ള പരിശുദ്ധ നിയമങ്ങളും ന്യായങ്ങളും അടങ്ങിയിട്ടുള്ള ദൈവിക ദർശനമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്ത ഇസ്ലാം. ആ വിമോചനത്തിന്റെ അല്ലെങ്കിൽ ആ പ്രായോഗിക നടപടികൾ നടപ്പിലാക്കാൻ ലോകം എന്നാണോ ഇച്ഛാശക്തിയോടെ അല്ലെങ്കിൽ നാം ഇച്ഛാശക്തി കാണിക്കുന്നുവെങ്കിൽ ലോകം എന്നാണ് മുന്നോട്ട് വരുന്നത്, അന്നു മാത്രമേ നമുക്ക് എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് മോചനം സാധ്യമാകുകയുള്ളൂ. ആ വിമോചനത്തിന്റെ പ്രത്യയശാസ്ത്രം അറിയാനും അനുഭവിക്കാനും നമുക്കെല്ലാവർക്കും സമ്മനസ്സുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.